കഴിക്കാന്നേ. ഈ ചെറുക്കൻ ഒരു സാധനം ഇപ്പൊ കഴിക്കുന്നില്ലെന്നേ. പൊറോട്ട കഴിക്കുന്നു. കഴിക്കേകം ഇരിക്കണ ഇരുത്തം നോക്കിയാണ്. എത്ര നേരമായി ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ഇപ്പോഴല്ലേ വന്ന്. എടാ ബാബു, നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ ഈ കേക്കിനോടാ പറഞ്ഞത്. ഈ കട തുടങ്ങി അന്ന് ഈ പാത്രത്തിനകത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ കല്യാണ പ്രായമായ 3 പെമ്മക്കളുള്ള ഒരു അമ്മയുടെ അവസ്ഥയാണ് എനിക്ക്. ആരുടെങ്കിലും കൂടെ ഒന്ന് ഇറങ്ങിപ്പോക്കൂടെ? ആരോട് പറയാ? ചേച്ചി, ഇന്ന് കടയിൽ ടാങ്കർ ലോറിയിലാണല്ലേ വെള്ളം കൊണ്ടുവന്നത്? എടാ, നിനക്കെങ്ങനെയാണ് അത് മനസ്സിലായേ? അത് പൊറോട്ടയിൽ ഒഴിച്ച സാമ്പാറിന്റെ ഓട്ടം കണ്ടപ്പോ മനസ്സിലായി. എടാ, ഞാൻ പറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടടാ, നീ നോക്ക. പറയാം. സതീശൻ, രമേശൻ, തുടങ്ങി അവന്റെ പൂ. അല്ലെങ്കിലും പറ്റിന്റെ കാര്യം പറയുമ്പോ അവനൊരു ഭൂവും വിട്ടോണ്ടൊരു പോക്ക. പിന്നെ ആ ഭൂ ഇവിടെ കടന്ന് ഇങ്ങനെ കറങ്ങും. എടാ, ഞാൻ പലരുടെയും ഭൂ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്റെ ഭൂ അയ്യോ. നിങ്ങൾ പറ്റി പറ്റി ഞാൻ പറയാം, നീ വാ. ഇന്നലെ വരെയുള്ള നിന്റെ പറ്റി 190 രൂപ. ഇന്നലത്തെ പറ്റി അവിടെ ഇരിക്കട്ടെ, ഇന്നത്തെ കണക്ക് പറയാം. ഇന്ന് പൊറോട്ടയും കറിയും വടയൊക്കെ കൂടി 90 രൂപ. എന്നാ ഇന്നത്തെ കണക്ക് ഇന്നലത്തെ കണക്കിന്റെ കൂടെ എഴുതിക്കോ. അവര് ഒരുമിച്ചിരിക്കട്ടെ, അവർക്കല്ലേ ഈഗോ അടിക്കും. നിനക്ക് പറ്റ എഴുതി 200 പേജുള്ള എന്റെ പറ്റ് ബുക്ക് തീർന്നു കേട്ടോ. ബുക്ക് തീർന്നു. എന്നാ പറയണ്ടേ, അപ്പുറത്തെ രായന്റെ കടയിൽ നിന്ന് എന്റെ പറ്റിയൊരു പറ്റ് ബുക്ക് അങ്ങ് വാങ്ങി. എനിക്ക് പറ്റിയതോ പറ്റി, ഇനി രായനും കൂടി പറ്റാനല്ലേ? പറ്റില്ല. നിങ്ങളോട് പറഞ്ഞിട്ടാ എനിക്ക് സമയമില്ല, ഞാൻ പോണ്. എടാ ബാബു, നീ അങ്ങനെ തെറ്റി പോവാതെടാ. എടാ, ഇന്ന് പൊറോട്ടയോടെ ഞാൻ തന്ന ചമ്മന്തി എങ്ങനെ ഉണ്ടായിരുന്നടാ? ഇന്ന് ചമ്മന്തി ഉണ്ടായിരുന്നോ? എടാ, ഞാൻ ആ ഗ്ലാസ്സിൽ കൊണ്ട് വെച്ചിട്ടില്ലേ? അത് ചമ്മന്തി ആയിരുന്ന? ചായ ഇല്ലേ? ചുമ്മാ അല്ല, നെഞ്ചെറിഞ്ഞ് ചമ്മന്തി ഇറങ്ങിയത്. അല്ല ചേച്ചി, ചേച്ചിയുടെ ചമ്മന്തി ഒരൊറ്റ കറി മതി എല്ലാം കൊണ്ട് കളയാൻ. ചേച്ചി, ഒരു കേക്ക്. എന്താ പറഞ്ഞേ? ഒരു മഞ്ഞ കേക്ക്. ഒടുവിൽ അങ്ങനെ ഒരെണ്ണത്തിന് കെട്ടിച്ചു വിടാൻ പറ്റി. കെട്ടിച്ചു വിട്ടില്ലെങ്കിൽ കെട്ടിച്ചു വിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഒളിച്ചോട്ടം അതെനിക്കിഷ്ടമല്ല. കൊച്ചിനെ വിളിച്ചിറക്കിയെടുത്ത് തന്നെ കൊണ്ടാക്കടാ. അവനെപ്പോഴേക്കും എന്റെ കൊച്ചിനെ അടിച്ചോണ്ട് പോകുന്നു. വേഗം നീ അങ്ങ്. ചേച്ചി, ഒരു 10 പൊറോട്ട. 10 പൊറോട്ട ഞാൻ തരാം. നിനക്ക് കറി എന്തോ വേണം? കറിയൊന്നും വേണ്ട. കറിയൊക്കെ വേണം. ചേച്ചി, കറിയൊന്നും വേണ്ടെന്നേ. വേണം, നീ കൊണ്ടുപോടാ. എന്താ പൊറോട്ട? ചേച്ചി, കഴിക്കാനല്ല, തലയിൽ തലച്ചുമടായി വെക്കാനാ. നല്ല ഉറങ്ങിയിരിക്കും. ഇതിന്റെ അടിയിലോട്ട് വെച്ചോ. നിനക്ക് ഇവിടുന്ന് പൊറോട്ട ഇല്ല, കറിയില്ല. അവനങ്ങ് രാവിലെ തന്നെ വന്നോളും. കുറെ എണ്ണം കൊട്ടയെ വെട്ടി. ഇതൊരു അപൂർവ സംഗമമാണ്. അമൃത TV പ്രേക്ഷകർക്ക് നൽകുന്ന അമൂല്യ വിഷു കൈനീട്ടം. 20 വർഷത്തെ നിറവാർന്ന അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ സരസ സല്ലാപം. ഇന്ന് ഇവിടെ നിൽക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. എന്റെ 28 വർഷവും കൂടെ പൂർത്തീകരിക്കുന്ന ഒരു സമയമായിട്ടും കൂടെ ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. വിഷുദിനത്തിൽ നിങ്ങൾക്കായി നിറസല്ലാപം. ഇവിടെ ഉണ്ടായിരുന്നോ? എടാ ഷിബു, പഴങ്കഞ്ഞി ഷിബു. അതിന്റെ ഫ്രണ്ടിലൊരു പഴം ചേർത്താ പോരെ? പഴങ്കഞ്ഞി. ഇതാണ് ഞാൻ പറഞ്ഞ ആ പീറ തട്ടുകട. ഇവള് സന്ധ്യ ആകുമ്പോളുടെ വണ്ടി എടുത്ത് എന്റെ വീടിന്റെ മുന്നിലോട്ട് വരും. അപ്പൊ സന്ധ്യ ആകുമ്പോ വന്നിട്ട് രാവിലാണല്ലേ പോന്നേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എടാ ഷിബു, ഇതാണ് എന്റെ വീട്. ഇത്രയും നല്ലൊരു വീടിന്റെ അടുത്ത് ഇവളുടെ ഈ പാട്ട് തട്ടാടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് മാത്രല്ല, ഇവിടെ വന്ന് ആഹാരം കഴിക്കുന്നവരുടെ ചിരിയും ബഹളവും എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. സത്യം പറഞ്ഞ കണ്ണു കടി. എടാ, ഇവളോട് എത്ര തവണ പറഞ്ഞു ഇവിടുന്ന് മാറാൻ? ഇനി നീ വേണം അവളെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ. അതിനു മുന്നേ ഞാൻ കൊച്ചച്ഛനെ വിളിക്കട്ടെ? എടാ, നിന്റെ കൊച്ചച്ഛൻ നിന്നെക്കാളും വലിയ ഗുണ്ടയാണാ. കൊച്ചമ്മയല്ലേ എന്റെ കൊച്ചമ്മ, അപ്പൊ കൊച്ചമ്മന്റെ ഭർത്താവല്ലേ എന്റെ കൊച്ചച്ഛൻ. നീ അങ്ങേരൊന്നും വിളിക്കാതെ പോയി ഒഴിപ്പിക്കടാ. ഞാൻ എന്റെ കത്തി ഒന്ന് രാകട്ടെ.
കത്തിക്ക് അധികം മോശമല്ല. കൊച്ചമ്മേ, ഒരു 2000 രൂപ ഉണ്ടാവോ? കത്തി രാഗാനാ. കത്തി തേച്ചാ മതി, എന്നെ തേക്കാൻ നിക്കണ്ട കേട്ടാ. ഏറ്റില്ല. ഒറ്റ വെട്ടിനെ കൊല്ല്. കൊയ്യും കാലം 2 പീസാക്ക്. വെട്ടി വെട്ടി ആ പീസൊക്കെ അങ്ങോട്ട് മാറ്റിയിട്. കൊച്ചമ്മ പറഞ്ഞത് കേട്ടോ, എന്നെ ഒറ്റ വെട്ടിന് കൊണ്ടിട്ട് എന്നെ കയ്യും കാലും പീസാക്കുമെന്ന്. എടാ, നിന്നോട് ഒഴിപ്പിക്കാനല്ലേ പറഞ്ഞത്. പോ. ഷോ, ഇനി എന്തോ ചെയ്യണമെന്നോ? കുറച്ച് ചിക്കൻ മസാല ഇടടി, എന്നാലല്ലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവൂ. ഓ, കോഴിയെ കൊല്ലണ കാര്യാണോ പറഞ്ഞേ? ഇപ്പൊ മനുഷ്യവിടെ പെടഞ്ഞു വീണ് ചത്തേനെ. എന്താ മീശയുടെ പേര്? മുട്ടത്തറ ലാൽ. ഒരു മിനിറ്റ്. എന്താ? ഇത് മീശ വളരാനുള്ള വളാണ്. അല്ല, താൻ ആരാ? എന്നെ അറിയില്ല. എനിക്കൊന്നും അറിഞ്ഞൂടാ. മരിച്ചുപോയ ഗുണ്ടബിനുവിനെ അറിയോ? അയ്യോ, അറിയാം. അവന്റെ അടുത്ത് ചോദിച്ചാ മതി ഞാനാരാന്ന് അവൻ പറഞ്ഞുതരും. മനസ്സിലായില്ല. മരിച്ചുപോയ ഗുണ്ടബിനുവിനെ അറിയോ? അറിയാം. അവന്റെ അടുത്ത് ചോദിച്ചാ മതി ഞാനാരാന്ന്. എടോ, മരിച്ചു പോയ ആളോട് ഞാൻ എങ്ങനെയാണോ ചോദിക്കുന്നത്? അത് മരിക്കണതിന് മുന്നേ ചോദിക്കണായിരുന്നു. ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛമ്മ എന്നെ കാളിയാക്കുന്നു. അവളത്തെ നോക്കുന്നു. പോയി പേടിപ്പിക്കേ. എന്താ താൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഒഴിക്കണം. അവിടെ ബാത്റൂം, അങ്ങോട്ട് വെക്കോ. നമ്മളാണോ ഇവിടെ നട്ടു നടക്കുന്നത്? നീയാണോ തട്ടാണ് നടത്തുന്നത്? ഞാൻ തന്നെ. അതിനെന്താ? നീ ഇവിടുന്ന് ഒഴിയണം. ഞാനൊന്നും ഒഴിയില്ല. ഒഴിയില്ല? ഇല്ല. കൊച്ചമ്മ ഒരു വേലയില്ല കൊച്ചമ്മ. എടാ, നിന്നോട് ഒഴിപ്പിക്കാനല്ലേ പറയുന്നത്. പോയി ഒഴിപ്പിക്കേ. നീ ഒഴിയില്ലടി. നീ ഒഴിയില്ലേ? വല്ലാതെ കിടന്ന് മുക്കല്ലേ, ഞെരമ്പ് പൊട്ടിച്ചാവും. കൊച്ചമ്മ എന്റെ നിരമ്പ് പൊട്ടിച്ചാവുമെന്ന്. എടാ, നിന്നോട് ഒഴിക്കാനല്ലേ പറയുന്നത്. പോയി ഒഴിക്കടാ. ചേച്ചി, ദേ ഒരു ഗ്ലാസ് ചായ കുടിക്ക്. എനിക്കൊന്നും വേണ്ട നിന്റെ ചായ. പക്ഷെ എനിക്ക് വേണം നിന്റെ ചായ. എടാ, നിന്നോട് ഒഴിക്കാനല്ലേ പറഞ്ഞത്. ആദ്യം ഒഴിക്കട്ടെ, പിന്നെ ഇവളെ ഒഴിപ്പിക്കാം. കൊച്ചമ്മേ, നോക്കിക്കൊണ്ടിരിക്കണ്ട, എന്നെ ഒന്ന് പൊക്കിത്താ. കൊമ്പത്തോട്ട് കയറ്റാണ്ട് താഴോട്ട് പിടിക്കും. കുടിച്ചോ? ആദ്യമായിട്ട് എന്റെ ചായ കുടിച്ചിട്ട് ഒരാൾക്ക് പേരിളകി. അയ്യോ, മതത്താത്തി മനസാക്ഷി ഇല്ലേന്ന്. ഇന്നീ കൊത്തത്ത് നടക്കൂത നാദ നോക്കാ. കൊട്ടേഷൻ നടക്കൂലെന്നോ ഇവനെ കൊണ്ട്. എടാ, പോയി ഒഴിപ്പിക്കടാ. നീ ഇവിടുന്ന് ഒഴിയൂലേ? ഇല്ല. ഇല്ല. എടാ, എന്തു പറ്റി? ഇളകി ചായ. നേരത്തെ കുടിച്ച ചായ എന്റെ വയറ്റിന് പിടിച്ചില്ല. നേരത്തെ പറഞ്ഞ ബാത്റൂം എവിടെ? ബാത്റൂം അതവിടെ. അതെ, പക്ഷെ പൂട്ടിയിട്ടിരിക്കുക. അപ്പൊ ഇന്നും കണ്ടവന്റെ പറമ്പ് തന്നെ. മര്യാദക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ, അല്ലെങ്കിൽ സുനന്ദ കൊച്ചന്മാരാ നീ അറിയും. ഞാൻ ഇവിടുന്ന് പോവില്ലെന്ന് പറഞ്ഞാ പോവില്ല. എടി, നിന്റെ കാട് ഞാൻ പൂട്ടിക്കും. അയ്യോ അയ്യോ, നീ പൂട്ടിക്കണ്ട കേട്ടോ. രാത്രി 11 മണിയാകുമ്പോ ഞാൻ തന്നെ പൂട്ടിപ്പോക്കോ. എടി, നിന്റെ ഭക്ഷണത്തിൽ മൊത്തം മായാടി. എടി, നീ ഇപ്പോഴാടി വലിയ കൊച്ചമ്മയായത്. അവളുടെ മോൻ ദുബായി പോയി 10 പുത്തരം ഉണ്ടാക്കിയപ്പോ അവൾക്ക് അങ്ങ് അഹങ്കാരം. ആ കാണുന്ന വീട് കണ്ടോ? ആ വീടിന് മുമ്പ് അവളുടെയൊക്കെ ഒരു പഴയ വീട് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മഴ പെയ്യുമ്പോ ഇവളുടെ കെട്ടിയാനും കൂടി തലയിലൊരു ചെരുവം കമത്തിക്കൊണ്ട് എന്ന് പറഞ്ഞ് ഓടി വരുമായിരുന്നു ഈ കടയുടെ മൂട്ടിലിരിക്കാൻ. എന്തിനാന്നറിയോ? മഴ നനയാതിരിക്കാൻ. അവളാണ് ഇപ്പൊ ഇത്രയും വലിയ അഹങ്കാരം കാണിക്കണത്. എടി, നിന്റെ ഞാൻ ഇവിടുന്ന് ഒഴിപ്പിക്കും. ഞാൻ ഇവിടുന്ന് പോവില്ലെന്ന് പറഞ്ഞാൽ പോവില്ലടി. നിന്നെ ഇവിടുന്ന് കടത്താൻ പറ്റും, ഞാൻ നോക്കട്ടെ. കൊച്ചമ്മയെ കൈ ചൂണ്ടി സംസാരിക്കുന്നേ. എടാ, പോയ കാര്യം എന്തായി? ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗാ. ഇനി നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്റെ കടയോടെ ചവിട്ടി അങ്ങ് അടക്കും. കൈ ഇവിടെ. അയ്യോ, കൈ മാറിപ്പോയി. അയ്യോ കൊച്ചമ്മേ, ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ചോര കാണുമെന്ന്. ചോര കണ്ട്. എന്റെ വീടിന്റെ മുന്നിൽ നിന്റെ കടയെടുത്ത് മാറ്റിക്കോണം. ഞാൻ മാറൂലെന്ന് പറഞ്ഞാൽ മാറൂലടി. എടി, ഇവിടെ ആരാ കടി ഉണ്ടാക്കുന്നത്? എടി, നിന്റെ വീട്ടിലെ 2 എണ്ണം കെട്ട
പട്ടികളില്ലേ അതവിടെ ഒന്ന് കടി ഉണ്ടാക്കുന്നത്. അതല്ല ഇവിടെ കഴിക്കുന്ന വട ആരുണ്ടാക്കുന്നത്? അത് കഴിഞ്ഞ മാസം ദുബായിക്ക് പോയ ശശി ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ വട കഴിഞ്ഞ മാസം ഉണ്ടാക്കിയതാണല്ലേ? ഇവിടെ 3 വർഷം മുമ്പുള്ള കേക്ക് ഇരിക്കുന്നത് അപ്പോഴവിടെ 2 മാസം മുമ്പത്തെ വട. കടയുടെ കാര്യം അവിടെ നിക്കട്ടെ. എടി ഈ കോഴി എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതാണ് കോഴി നിർത്തിപ്പൊരിച്ചത്. അയ്യോ എന്റെ ഇരുത്തി പൊരിക്കാൻ പാടില്ലായിരുന്നു. വെളിച്ചെണ്ണയിലോട്ട് പോയിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോ കോഴി ഇരുന്നില്ല, അതുകൊണ്ട് നിർത്തി അങ്ങ് പോയി. എടി നിന്റെ കാട് ഞാൻ ഫുഡ് ഇൻസ്പെക്ടറെ കൊണ്ട് പൂട്ടിക്കും. അയ്യോ പൂട്ടിക്കല്ലേ ഞാൻ പൂട്ടിക്കടി പോയി. ആരാണ് എന്റെ കൊച്ചമ്മയെ എതിർത്ത് സംസാരിക്കുന്നത്? എടാ ഇപ്പൊ പോയ കാര്യം എന്തായി? 5 രൂപയുടെ ബാൻഡേജ് വെച്ച് ഒട്ടിച്ചങ്ങ് നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഇനി ഞാൻ ചമ്മന്തിയാക്കും. ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ അറിയോ? പിന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാം, തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാം, ബീഫ് ഉണ്ടാക്കാൻ അറിയാം, ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം, അങ്ങനെ കൊറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. അതെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിക്കോ, ഞാൻ മാസം 10,000 രൂപ തരാം. ഒരു മിനിറ്റ് കൊച്ചമ്മേ, അവിടെ ജോലിക്ക് നീ 10,000 രൂപ തരാന്ന് പറഞ്ഞു. നീ എന്റെ കൂടെ എന്നാ നിനക്ക് ഞാൻ 15,000 രൂപ തരും. നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ച് ചപ്പാത്തിയാക്കും. ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ അറിയോ? ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാം, പുട്ട് ഉണ്ടാക്കാൻ അറിയാം, പൊറോട്ട അടിക്കാൻ വരെ അറിയാം. പൊറോട്ട അടിക്കാൻ അറിയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിക്കോ, ഞാൻ മാസം 20,000 രൂപ വരും. ഒരു മിനിറ്റ് കൊച്ചമ്മേ, അവിടെ പൊറോട്ട അടിച്ചു കഴിഞ്ഞാൽ 20,000 രൂപ തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ ഗുണ്ടാപ്പണി നിർത്തിയിട്ട് അവിടെ പൊറോട്ട അടിക്കാൻ പോവാ. അതെന്തിനാടാ നീ പൊറോട്ട അടിക്കാൻ പോകുന്നേ? എത്രയെന്ന് പറഞ്ഞ നാട്ടുകാരുടെ അടി കൊണ്ട് ജീവിക്കുക. ഇതാകുമ്പോ ഇനിയുള്ള കാലം പൊറോട്ട അടിച്ച് ജീവിക്കാലോ. അല്ലേ കൊച്ചമ്മേ?